ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അങ്ങനെ കാർത്തിയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നന്ദിനി ഒഴികെ ബാക്കി എല്ലാവരും. തുടർന്ന് മീനാക്ഷി കാർത്തിയുടെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും രാജലക്ഷ്മിയമ്മ മീനാക്ഷിക്ക് നേരെ ചാടിത്തുള്ളിക്കൊണ്ട് പറയുകയാണ്, മേലാൽ എൻ്റെ കൊച്ചുമൻ്റെ കയ്യിൽ പോലും തൊട്ടുപോകരുത്. നീ കാരണമാ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അസത്ത് എൻ്റെ കൺമുന്നിൽ പോലും വരരുതെന്നൊക്കെ ദേഷ്യത്തോടെ രാജലക്ഷ്മിയമ്മ പറയുമ്പോൾ ആകെ തകർന്നിരിക്കുകയാണ് മീനാക്ഷി. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നന്ദിനി വരുമ്പോൾ നന്ദിനിയെ കണ്ട് ഓടി ചെല്ലുകയാണ് മീനാക്ഷി. മുത്തശ്ശി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും മുത്തശ്ശി എന്നെ ഒഴിവാക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കാർത്തിയെ റൂമിൽ റെസ്റ്റ് എടുക്കാനായി കിടത്തിയിട്ട് എല്ലാവരും താഴേക്ക് ചെല്ലുമ്പോൾ രാജലക്ഷ്മിയമ്മ കൈമളുമായിട്ട് വഴക്കിടുന്ന ശബ്ദം കേട്ടുകൊണ്ട് സാവിത്രിയും മാലതിയും കൂടി താഴേക്ക് വരികയാണ്. ആ നശിച്ചവള് മീനാക്ഷി കാരണമാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എന്തിനാ രാജലക്ഷ്മി നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കൈമള് ചോദിക്കുമ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നെന്നും ഇന്ന് ആ തിരുമേനിയെ കണ്ടപ്പോൾ സംശയങ്ങളെല്ലാം ഉറപ്പിച്ചെന്നും രാജലക്ഷ്മിയമ്മ പറയുന്നു. എന്താ നടന്നതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ മീനാക്ഷിയുടെ ദോഷത്തെക്കുറിച്ചും കാർത്തിയുടെ ജീവന് മീനാക്ഷി കാരണം ആപത്തുണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ തിരുമേനി പറഞ്ഞത് മാലതി എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ ചെമ്പകമംഗലത്തേക്ക് എത്തിയിരിക്കുന്നതാണ്. ഇന്ദ്രജയെ കണ്ടയുടൻ തന്നെ മാലതി ഓടി ചെല്ലുന്നു. എന്തെങ്കിലും പൂരത്തിനുള്ള കോളപ്പിച്ചുകൊണ്ടാണോ വന്നതെന്ന് മാലതി ചോദിക്കുമ്പോൾ അല്ലെന്നും ഒരു കമ്പത്തിന് തീ കൊളുത്താനാ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഇന്ദ്രജയെ കണ്ടയുടൻ തന്നെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മയും കൈമളും. വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞുവിടാൻ കൈമള പറയുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന സാവിത്രി ഇന്ദ്രജയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സാവിത്രി ജഗദീശനെ വിളിക്കുകയാണ്. നീ എന്തിനാ സാവിത്രി നിന്റെ ആങ്ങളെ വിളിക്കുന്നത്? നിനക്കെന്നെ പേടിയാണോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ പോലുള്ളവന്മാരോടൊന്നും സംസാരിച്ച് കളയാനായി എൻ്റെ കയ്യിൽ സമയമില്ലെന്ന് സാവിത്രി പറയുന്നു. അതേസമയം തന്നെ ജഗദീഷും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇവർക്കൊന്നും എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് ജഗദീഷ് പറയുമ്പോൾ ഞാൻ മീനാക്ഷിയെ കാണാനാണ് വന്നതെന്നും കണ്ടിട്ട് ഞാൻ പോയിക്കോളാമെന്നും ഇന്ദ്രജ പറയുന്നു. ഇത് കേൾക്കുന്ന കൈമൾ പറയുകയാണ്, അവള് മീനാക്ഷിയെ കാണാൻ വന്നതെന്നല്ലേ പറഞ്ഞത്, കണ്ടിട്ട് പൊക്കോട്ടെ, അതോടെ എല്ലാ പ്രശ്നവും തീരുമല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് മാലതിയോട് മീനാക്ഷിയെ താഴേക്ക് വിളിക്കാനായി കൈമൾ പറയുന്നു. അതേസമയം തൻ്റെ വിഷമങ്ങളെല്ലാം നന്ദിനിയോട് പറയുകയായിരുന്നു മീനാക്ഷി. എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാതായതുകൊണ്ടല്ലേ ഇവിടെ ആർക്കും എന്നെ ഒരു വിലയുമില്ലാത്തത്. മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്കും വെറുപ്പാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാമെന്ന് മീനാക്ഷി നന്ദിനിയോട് പറയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിയെ ചേർത്ത് പിടിക്കുകയാണ്. അതേസമയമാണ് മാലതി വന്ന് ഇന്ദ്രജ വിളിക്കുന്നെന്ന് മീനാക്ഷിയോട് പറയുന്നത്. ഞാൻ വരുന്നില്ലെന്ന് ആദ്യം മീനാക്ഷി പറയുന്നുണ്ടെങ്കിലും നന്ദിനി നിർബന്ധിച്ച് മീനാക്ഷിയെ കൂട്ടിക്കൊണ്ട് താഴേക്കിറങ്ങി ചെല്ലുകയാണ്. മോള് ഇങ്ങടുത്തേക്ക് വരാനായി ഇന്ദ്രജ പറയുമ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. തുടർന്ന് അടുത്തേക്ക് ചെല്ലാനായി നന്ദിനി പറയുമ്പോൾ മീനാക്ഷി അടുത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് തൻ്റെ കയ്യിലുള്ള കവറിൽ നിന്നും ഒരു പെട്ടിയെടുത്ത് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്ത് ഇന്ദ്രജ പറയുകയാണ്, ഹാപ്പി ബർത്ത്ഡേ മോളെ. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ മീനാക്ഷിയെ നോക്കുന്നു. അതേസമയം സന്തോഷത്തോടെ അവരെല്ലാം നോക്കി അഹങ്കാരത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.